ഹരേ കൃഷ്ണ. ഗോകർണ ചരിതം നമ്മൾ തുടരുകയാണ്. ആത്മദേവൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് ആരണ്യത്തിലേക്ക് പോകുകയും അവിടെ ഒരു വൃക്ഷച്ചുവട്ടിലിരുന്ന് വിശ്രമിക്കുകയും ചെയ്തപ്പോൾ അധികം താമസിയാതെ ഒരു മുനിശ്രേഷ്ഠൻ അവിടുത്തെ അടുത്ത പൊയ്കയിൽ ജലപാനം ചെയ്യുവാൻ വേണ്ടി വന്നു. ആ മുനിശ്രേഷ്ഠനെ കണ്ടപ്പോൾ ആത്മദേവൻ എണീറ്റ് ചെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കൈകൂപ്പി നിന്നു. ബ്രാഹ്മണനെ കണ്ട ഉടൻ തന്നെ മുനിശ്രേഷ്ഠൻ പറഞ്ഞു, അങ്ങൊരു ബ്രാഹ്മണനാണെന്ന് തോന്നുന്നു. അങ്ങയുടെ ഉള്ളിൽ എന്തോ ഒരു വലിയ വിഷമമുണ്ട്. ആ ദുഃഖത്തിന് കാരണം എന്താണെന്ന് അങ്ങക്ക് എന്നോട് പറയാം. അപ്പോൾ ആത്മദേവൻ പറഞ്ഞു, സന്താനഭാഗ്യമില്ലാത്തതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. അതിൽ നിന്നും അങ്ങക്കെന്നെ രക്ഷിക്കുവാൻ സാധിക്കുമോ? മുനിശ്രേഷ്ഠൻ പറഞ്ഞു, കാലത്തിന്റെ കർമ്മഗതിയെ ആർക്കും തടുക്കുവാൻ സാധിക്കുകയില്ല. അങ്ങയുടെ കഴിഞ്ഞ ജന്മത്തിലെ പാപത്തിന്റെ ഫലമായിട്ടാണ് അങ്ങക്ക് ഈ ജന്മത്തിൽ മക്കളില്ലാത്തത്. ചിലപ്പോൾ സന്താനങ്ങൾ നമ്മുടെ ദുഃഖത്തിനും കാരണമായി തീരും. സഗരൻ, ദശരഥൻ മുതലായ മഹാരഥന്മാർ സന്താനങ്ങളെ കൊണ്ട് ദുഃഖം അനുഭവിച്ചവരാണ്. അതുകൊണ്ട് അങ്ങ് ദൈവവിധിയെ തടുക്കാതെ സന്തോഷത്തോടുകൂടി സ്വഗൃഹത്തിലേക്ക് മടങ്ങിപ്പോകൂ. അഥവാ നിങ്ങൾക്ക് സ്വഗൃഹത്തിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് സന്യാസം അനുഷ്ഠിക്കുകയും ചെയ്യാം. പക്ഷേ മുനിശ്രേഷ്ഠൻ എത്ര പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ ആത്മദേവൻ തയ്യാറായില്ല. അദ്ദേഹം മുനിശ്രേഷ്ഠന്റെ കാൽക്കൽ വീണ് പുത്രലാഭത്തിനും സന്താനലാഭത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ആത്മദേവന്റെ നിർബന്ധം സഹിക്കവയ്യാതെ ആ മുനിശ്രേഷ്ഠൻ അദ്ദേഹത്തിന്റെ സിദ്ധി കൊണ്ട് ഒരു മാമ്പഴം ഉണ്ടാക്കുകയും ആ മാമ്പഴം ആത്മദേവന് കൊടുക്കുകയും ചെയ്തു. ഇത് വളരെ നിഷ്ഠയോടുകൂടി തന്നെ തന്റെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കുവാൻ ആ സന്യാസി വര്യൻ ആത്മദേവനോട് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.